ഇതിനിടെ ഈ സംഘർഷത്തിൽ വ്യോമഗതാഗതം താറുമാറായിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരൊക്കെ വലഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോകാനിരുന്ന യാത്രക്കാരെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 17, കണ്ണൂരിൽ നിന്ന് 12, തിരുവനന്തപുരത്ത് നിന്ന് 8 സർവീസുകളും ഇതുവരെ റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്നും സമാനമാണ് സ്ഥിതി. നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. വ്യോമപാത തുറന്ന സാഹചര്യത്തിൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ വിമാനത്താവളങ്ങളിലെ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകുക. ആജ്ഞ, അവിടെ നിന്ന് 17 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നവർ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? കൃത്യമായ വിവരങ്ങൾ വിമാന കമ്പനികൾ ഇവരുമായി പങ്കുവെക്കുന്നുണ്ടോ? ശ്രീജ, US വിമാനത്താവളം ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് വിമാനത്താവളങ്ങളൊക്കെ അടച്ച പശ്ചാത്തലത്തിലാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് ചില വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, ചില വിമാനങ്ങൾ വൈകി പോകുന്നു, ചിലത് വഴിതിരിച്ചു വിടുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ശ്രീജ ചോദിച്ചതുപോലെ ഇപ്പോഴും വിമാന കമ്പനികൾ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണ് യാത്രക്കാർ നൽകുന്ന വലിയ പരാതി. അതാണ് കാരണം ഇവിടെ നമ്മുടെ ഈ സൈഡിലായിട്ടിരിക്കുന്ന ആളുകൾ കോയമ്പത്തൂരിൽ നിന്നും വന്നിട്ടുള്ളതാണ്. കോയമ്പത്തൂരിൽ നിന്നും ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എത്തിയിട്ട് ഇവിടുന്ന് യാത്ര തിരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇന്നലെ രാത്രി 12-11 മണിയിൽ നിന്ന് ലേറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി 11 മണി വരെ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? വിമാനം ക്യാൻസൽ ചെയ്യുമെന്നോ? ക്യാൻസലും പറഞ്ഞിട്ടില്ല, ഡിലേ പറഞ്ഞ് ഇപ്പോൾ ആകും, 2 മണിയാകും, 3 മണിയാകും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതുവരെയ്ക്ക് ഇപ്പോൾ പറഞ്ഞ് 11 മണി പറഞ്ഞ് ഇപ്പോൾ ഉണ്ട്. ആണാ പക്ഷേ അവിടെ നിന്ന് ജിദ്ദാക്കില്ല, കുവൈത്തിലിருந்து ജിദ്ദാക്കില്ലെന്ന് പറഞ്ഞു. ഈ ടീമിൽ എത്ര പേരുണ്ട്? 46 പേർ, 47 പേരുണ്ട്. ഈ വിമാനം തിരിച്ചു വിടുന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിമാനത്താവളത്തിൽ ഇറങ്ങി? അവിടുന്ന് കുവൈത്തിലിருந்து സൗദിക്ക് ഫ്ലൈറ്റില്ല യാത്ര. അപ്പോൾ അവിടെ നമുക്ക് എന്താ ചെയ്യാം, അവിടെ പോയി ലേറ്റായാൽ പിന്നെ ഭയങ്കര ഭയം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ക്യാൻസലാക്കാം, നമുക്ക് 29-ാം തീയതി ആക്കാം, ഇല്ല വാർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു പ്രോഗ്രാം ഇടാൻ. ശരി, അല്ല നസീബിനാവില്ല. 29-ാം തീയതി മറ്റൊരു ഫ്ലൈറ്റിലേക്ക് പോകാം എന്നുള്ള സജഷൻസ് ഒക്കെയാണ് ഇപ്പോൾ വിമാനത്താവളം ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വിവരം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുവൈറ്റിൽ നിന്നും ഈ ജിദ്ദയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. അതിൽ പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ ഇങ്ങനെ വലയുന്ന ഒരു സാഹചര്യമാണ്. എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഈ കോയമ്പത്തൂർ എന്നുള്ള ടീം തന്നെയാണോ? കോയമ്പത്തൂർ 12 മണിക്ക് ഇവിടെ എത്തിയതാണോ? 10:30 വന്നു. ഇന്നലെ രാത്രി. അപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണോ? അങ്ങനെ പോകുന്നില്ല, ബസ് വരുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്ന്. ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ഫ്ലൈറ്റ് ഇനി യാത്ര ക്യാൻസൽ ചെയ്യും. കുവൈത്തിൽ ഇന്ന് ജിദ്ദയ്ക്ക് ഫ്ലൈറ്റ് ഇല്ലല്ലോ, അതിനാലിപ്പോൾ പോകാൻ പറ്റില്ല. ഈ തരത്തിലാണ് ശ്രീജ. കാരണം കോയമ്പത്തൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും എത്തിയത് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇവിടെ പിന്നെ കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ജിദ്ദയ്ക്ക് ഫ്ലൈറ്റ് ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് യാത്ര ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 10:30 ഇവിടെ എത്തിയവരാണ്, 12 മണിക്ക് എത്തിയവരുണ്ട്. അങ്ങനെ രാത്രി മുതൽ ഇവിടെ ഈ ലോഞ്ചിൽ കാത്തിരിക്കുന്ന ആളുകളാണ് നമുക്ക് അറിയാം. അതുമാത്രമല്ല, എനിക്ക് ചുറ്റുമായിട്ടുള്ള വിവിധ ഇടങ്ങളിലേക്ക് പോകാൻ വേണ്ടി യാത്ര തിരിച്ച് വന്നിട്ടുള്ള ആളുകളാണ്. 17 ഫ്ലൈറ്റുകൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾ എങ്ങോട്ട് പോകാനാണ്? കുവൈത്ത് കണക്റ്റിംഗ് ഫ്ലൈറ്റ്. എവിടേക്ക്? ജിദ്ദയിലേക്കോ? ഇവിടുന്ന് കുവൈറ്റിലേക്കോ? കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക്. എവിടുന്ന്? യു ആർ ഫ്രം കോയമ്പത്തൂർ. ശ്രീജി, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടീമാണ് കോയമ്പത്തൂരിൽ നിന്നും വന്നിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകൾ ഇവിടെ കോയമ്പത്തൂരിൽ നിന്നും എത്തിയിട്ടുണ്ട്. നമുക്ക് ഡൽഹിയിൽ നിന്നും എത്തിയിട്ടുള്ള ഒരാളോട് തന്നെ ചോദിക്കാം. യു ആർ ഗോയിങ് ടു Doha. Yeah. So you are coming from? I'm coming from Delhi. How much time you are waiting here? I'm here yesterday around 9 o'clock. Around 9 o'clock. Yeah. Okay. What the authority said? Any information from there? Actually, at the moment the flight has been cancelled and we have to wait for tomorrow for the next flight. Okay. You should cancel the ticket now. No, flight has been cancelled by the airline. I know. Yeah. Then next you day after tomorrow you should go now. Yeah. That's from the authority. Yeah. Okay.
ശ്രീജ അതാണ് മനസ്സിലാക്കുന്നത്. കാരണം അതോറിറ്റി പറയുന്നത് എങ്ങനെയാണ്, മറ്റന്നാൾ പോകാം, മറ്റന്നാൾ അവർക്കുള്ള ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് ഇവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും എത്തി, അതായത് 12 മണിക്കൂറിലേറെ ആയി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ ഈ 17 ഫ്ലൈറ്റ് ഇവിടെ നിന്നും ക്യാൻസൽ ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ് യാത്രക്കാർ. എന്നാൽ വിമാന കമ്പനികളുടെ സൈറ്റിൽ പോലും അതിന് കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും വ്യാപകമാണ്. ഇവർക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമോ, അതല്ലെങ്കിൽ റദ്ദ് ചെയ്യുമോ, അത് മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുമോ, ഇത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തത വരുന്നില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. കാരണം ഈ 17 ഫ്ലൈറ്റ് ഇവിടെ മാത്രമല്ല മറ്റ് ഡിപ്പാർച്ചർ പോയിന്റുകളിലും ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 17 ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റദ്ദ് ചെയ്യേണ്ടുന്ന സാഹചര്യമാണോ, അതല്ലെങ്കിൽ വൈകുകയാണോ, ഇതിലൊന്നും വ്യക്തത വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, താരതമ്യേന കുറച്ച് ഫ്ലൈറ്റുകളെ തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിട്ടുള്ളൂ. 8 വിമാനങ്ങളുടെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. 8 സർവീസുകളുടെ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ കൃത്യമായി യാത്രക്കാർക്ക് വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പലർക്കും അധികൃതരുടെ ഭാഗത്തു നിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എപ്പോൾ പോകാൻ കഴിയും, അവർക്ക് മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ, അങ്ങനെ എന്താണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും കൊച്ചിയിൽ നിന്നും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തുമുള്ളത്. അത്രയധികം വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിലും നിലവിൽ പുലർച്ചെ പുറപ്പെടേണ്ട പല വിമാനങ്ങളുമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. യാത്രക്കാർ അധികവും ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം വെയിറ്റിംഗ് ഏരിയയിൽ കാത്തു നിൽക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന രീതിയിൽ ഇവർക്ക് നിർദ്ദേശം വരുന്നത്. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ തുടരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും അതിനുശേഷം വന്നിട്ടുള്ള പലരും യാത്രാ മധ്യയാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത വിവരം അവർക്ക് അറിയുന്ന മെസ്സേജ് വരുന്നത്. അതിനുശേഷം പലരും ഇവിടെ കുടുംബങ്ങളായിട്ട് വന്നിട്ട്, അതായത് വിസ ഇന്നോ നാളെയോ ആയിട്ട് വിസ ക്യാൻസൽ ചെയ്യാൻ എക്സ്പയറി ആവുന്ന പലരും ഇവിടെ വന്ന് പല ഈ ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. കാരണം അവർക്ക് വേറൊരു വഴിയില്ല. കാരണം ജോലി പ്രശ്നത്തിലാകും, അതേപോലെ തന്നെ അവരുടെ പല കാര്യങ്ങളും നടക്കാതെയാവും. പല കാര്യങ്ങളും അവിടെ കുടുംബമൊത്ത് ജീവിക്കുന്നവരും കുടുംബമൊത്ത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ അനിശ്ചിതത്വമാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. പലർക്കും ഇന്ന് രാവിലെ 9:15 പുറപ്പെടേണ്ട വിമാനം നാളെ 9:30 പുറപ്പെടുന്ന രീതിയിൽ റീഷെഡ്യൂൾ ചെയ്ത് നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊരു ഉറപ്പ് ലഭിക്കുന്നില്ല. പല രീതിയിലും ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തി നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും ഈ വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ വരുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പലരും തിരുവനന്തപുരം സ്വദേശികളാണെങ്കിൽ പോലും മറ്റു പലരും പല ജില്ലകളിൽ നിന്നും വന്നവരുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പലരുമുണ്ട്. അവരൊക്കെ ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് ഇതിലൊരു തീരുമാനമാവാത്തതിന്റെ പേരിൽ തിരിച്ചു പോകാൻ കഴിയാത്തത് ആണ് ഇവരുടെ പ്രധാന പ്രശ്നം. അതായത് തിരിച്ചുപോയി ഇന്ന് രാത്രി തന്നെ വിമാനം വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ദൂരം തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല ഹോട്ടൽ അടക്കം ഇത്രയും അടുത്ത് താമസിക്കുമ്പോഴുള്ള സാമ്പത്തിക ചെലവും അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ യാത്രക്കാർ അനുഭവിക്കുന്നത്. പലരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കുടുംബങ്ങളും ഈ ബോർഡിംഗ് പാസ് വാങ്ങിയതിനു ശേഷം അകത്ത് തന്നെ തുടരുകയാണ് അതിലൊരു തീരുമാനമാകുന്നവരെ. പലരും അതേപോലെ തന്നെ നമ്മളോടൊപ്പം നേരത്തെ പങ്കുവെച്ച ഒരു ആശങ്ക എന്ന് പറയുന്നത് പലരും എയർപോർട്ട് ജീവനക്കാർ ഇവിടെ ഡ്യൂട്ടിയിൽ കയറാനായിട്ട്, അതായത് ദുബായ് എയർപോർട്ടിലും മറ്റും ജോലിയിൽ പ്രവേശിക്കാനായി വന്നിരിക്കുന്ന പലരും ഇതേപോലെ യാത്ര അനിശ്ചിതത്തിലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് പ്രധാന പ്രശ്നം സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു തീരുമാനം വരുന്നില്ല. അതായത് എന്നത്തേക്കാണ് റീഷെഡ്യൂൾ ചെയ്യുന്നത്, ഇതിലൊരു തീരുമാനം എങ്ങനെയാണ്, ഇന്ന് തന്നെ പുനരാരംഭിക്കുമോ അതോ ഈ 29-ാം തീയതിയാണോ പുനരാരംഭിക്കുക, ഇതിൽ എത്തരത്തിലുള്ള ഒരു നീക്കം, അതേപോലെ എയർപോർട്ടിൽ എത്തിയ യാത്രക്കാർക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുമോ, ഇതിലൊരു തീരുമാനമാവുന്നവരെ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യത്തിൽ വളരെയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ യാത്രക്കാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി എയർലൈനുകൾ സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇരിപ്പിട ക്രമീകരണങ്ങളും എയർപോർട്ടിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലാണ് സാഹചര്യങ്ങൾ. നിരവധി ഫ്ലൈറ്റുകൾ, അതായത് കൊച്ചിയിൽ 17 ആണെങ്കിൽ തിരുവനന്തപുരത്ത് 8ഓളം ഫ്ലൈറ്റുകൾ നിലവിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അവയിലൊക്കെ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ ഇപ്പോൾ എയർപോർട്ടിനകത്ത് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റു പലർ അതിനുശേഷം വൈകി വന്ന പലരും ഇവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു. അത്തരത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ. ശ്രീജ. ശരി, സാരംഗ് സുധാകരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആജ്ഞയുടെ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 14 മലയാളികൾ കൂടി ഇന്ന് തിരികെ എത്തി. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് മടങ്ങിയെത്തിയത്.